Good evening to all. Our next topic is nervous tissue. അല്ലെങ്കിൽ എന്താണ് നമ്മളിങ്ങനെ ഈ പാസ് ചെയ്യുന്ന ഇതിൽ വാട്ട് ഈസ് എ ന്യൂറോൺ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്താണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂറോൺ അതെന്താണെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത്. നെർവസ് ടിഷ്യൂ ഈസ് വൺ ഓഫ് ദ 4 types of animal tissue along with epithelial tissue, connective tissue and muscle tissue. നമ്മളുടെ മേജറായിട്ട് വരുന്ന 3-4 ടിഷ്യൂസത്തെ ഒരു ഇതിനാണ് എന്ത് പറയുക, നമ്മൾ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നുണ്ടായിരിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ആനിമൽ ടിഷ്യൂ. ഏതാണ് നമ്മൾ ആനിമൽ ടിഷ്യൂത്തെ മേജറായിട്ടുള്ള 4 ടൈപ്പത്തെ ഒരു ഇതാണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് മസിൽ ടിഷ്യൂ. അതിലത്തെ ഒരു ഇതാണ് ഇത് ഒന്നാണ് നമ്മൾ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ആ മേജർ 4 ടിഷ്യൂത്തെ. നെർവസ് ടിഷ്യൂ ഇസ് കമ്പോസ്ഡ് ഓഫ് 2 main types of cells, ന്യൂറോൺസ് ആൻഡ് ഗ്ലിയൽ സെൽസ്. ന്യൂറോൺസും ഗ്ലിയൽ സെൽസുമായിട്ട് കമ്പോസ് ചെയ്താണ് എന്ത് നമ്മൾ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. നെർവസ് ടിഷ്യൂ ഇസ് പ്രസൻറ്റ് ഇൻ ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവസ് ഓൾ അറൗണ്ട് ദ ബോഡി. എന്താണ് നെർവസ് ടിഷ്യൂ നമ്മളുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും നമ്മൾ ഈ പറഞ്ഞല്ലോ ഇലക്ട്രിക്കൽ സിഗ്നൽസും ബാക്കി കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണെന്ന് പറഞ്ഞു. അപ്പോൾ നെർവസ് ടിഷ്യൂ നമ്മളുടെ എവിടെയാണ്, ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആൾ അറൗണ്ട് ദ ബോഡിയിലും എല്ലാ നെർവസിലും എന്താണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നൊരു കാര്യം പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ നെർവസ് ടിഷ്യൂ പെർഫോം സോ മെനി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ലൈക്ക് മൂവ്മെൻറ്റ്, തോട്ട്, മെമ്മറി, മൂവ്മെൻറ്റ് എക്സെട്ര. ഏതാണ് നെർവസ് ടിഷ്യൂ മേജറായിട്ട് പെർഫോം ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയായിരുന്നു, നമ്മളെ മൂവ്മെൻറ്റ്, തോട്ട്, മെമ്മറി, ആ കാര്യങ്ങളൊക്കെയാണ് മേജറായിട്ട് എന്ത് നെർവസ് ടിഷ്യൂ മേജറായിട്ടുള്ള ഫങ്ഷൻസിൽ ഇതാക്കുന്നത്. ഓവറോൾ നമ്മുടെ ബോഡിയുടെ എല്ലാ ഫങ്ഷൻസിലും. ഇഫ് നെർവസ് ടിഷ്യൂ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി ഇറ്റ് ലീഡ്സ് ടു സം നെർവസ് ടിഷ്യൂ ഡിസോർഡേഴ്സ് സച്ച് ആസ് പാർക്കിൻസൺസ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഇപ്പോൾ ഏതാ നമ്മൾ നെർവസ് ടിഷ്യൂ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്താവും പാർക്കിൻസൺസ് ഡിസീസസും അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അങ്ങനത്തെ ഒക്കെ അവസ്ഥയ്ക്ക് എത്തും ചെയ്യും. ഇപ്പോൾ പാർക്കിൻസൺസ് ഡിസീസൊക്കെ നമ്മൾ നെക്സ്റ്റ് മോഡുകളിൽ ഡീറ്റെയിലി പഠിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വയസ്സായ ആൾക്കാരിലൊക്കെ ഒരു വിറയൽ വരിക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മൂവ്മെൻ്റ് ഇല്ലാണ്ടിരിക്കുക, ആ ഒരു കാര്യങ്ങളതിനൊക്കെ. അപ്പോൾ അതാണ് മേജറായിട്ട് എന്ത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഏതാ, ദ നെർവ് ടിഷ്യൂ ഇസ് ദ ഫണ്ടമെൻ്റൽ ടിഷ്യൂ ഓഫ് അവർ നെർവസ് സിസ്റ്റം. നെർവസ് ടിഷ്യൂ ഒബ്സർവ്സ് ആൻഡ് റെഗുലേറ്റ്സ് ബോഡീസ് ഫങ്ഷൻസ്. നമ്മളെ ബോഡീനെ ഒബ്സർവ് ചെയ്യും, ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെർവസ് ടിഷ്യൂ കോംപ്രസൈസ് 2 cells, നെർവ് സെൽസ് ഓർ ന്യൂറോൺ ആൻഡ് ഗ്ലിയൽ സെൽസ്. നെർവ് സെൽസും അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസാണ് അവിടെ മേജറായിട്ട് വരുന്നുണ്ടായിരിക്കാം. വിച്ച് സെൻഡ് നെർവ് സിഗ്നൽസ് ആൻഡ് ഫർദർ മോർ ഗിവ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ടു ന്യൂറോൺസ്. എന്താണ് നെർവ് സിഗ്നൽസ് സെൻഡ് ചെയ്യും, അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മളതിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസും അതേപോലെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ന്യൂറോൺസിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവുക. ദെൻ ദ മൈൻഡ്, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ദാറ്റ് ട്രാൻസ്മിറ്റ് സ്റ്റിമുലസ് ഫ്രം വൺ പാർട്ട് ടു അനദർ പാർട്ട് ഓഫ് ദ ബോഡി. എന്താണ് മൈൻഡ്, സ്പൈനൽ കോഡ്, പിന്നെ നെർവ്സ് എന്താണ് നമ്മളെ നെർവസ് ടിഷ്യൂ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെർവസ് ടിഷ്യൂ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് നമ്മളുടെ സ്റ്റിമുലസും അതുപോലെ മെസ്സേജസിനെയും ട്രാൻസ്മിറ്റ് ചെയ്യുക. എന്ത് നമ്മൾ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിക്ക് ഇതാക്കുക. ഒരു കൂട്ടം ന്യൂറോൺസിൻ്റെ ഒരു ഇതാണ് നമ്മളെ ബ്രെയിൻ എന്ന് പറയുക. അപ്പോൾ അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് എന്ത് നമ്മളെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ മേജറായിട്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ഏതാണ് നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നെർവസ് ടിഷ്യൂ കോംപ്രസൈസ് CNS ആൻഡ് PNS ഓഫ് ദ നെർവസ് സിസ്റ്റം. എന്താണ് നമ്മളുടെ CNSൻ്റെയും PNSലത്തെയും മേജറായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ എന്താ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. കണ്ടെയ്ൻസ് 2 particular cells, ന്യൂറോൺ ആൻഡ് ഗ്ലിയൽ സെൽസ്. 2 cells ആണ് അതിൽ മേജറായിട്ടുള്ളത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള ഏതൊക്കെയെന്ന് വെച്ചാൽ ന്യൂറോണും പിന്നെ ഗ്ലിയൽ സെൽസും. ദെൻ dendrites, cell bodies, axons and nerve terminals are the all part of the nervous tissue. അതിൻ്റെ ഒരു അനാട്ടമി നമ്മളവിടെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്ടോ നമ്മളുടെ ഡെൻഡ്രൈറ്റ്, അതുപോലെ സെൽ ബോഡി,
ആക്സോൺ ടെർമിനൽ, ഇതൊക്കെ എന്താണ് നമ്മളെ നെർവസ് ടിഷ്യൂൻ്റെ മേജറായിട്ടുള്ള ഭാഗങ്ങളാണെന്നാണ് പറയുന്നത്. ന്യൂറോൺസ് ആക്സോൺ ടെർമിനൽ റിലീസസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിച്ച് ഫർദർ ആക്റ്റീവ് ദ ഡെൻഡ്രൈറ്റ്സ് ഓഫ് അനദർ. ഇപ്പം ഏതാ നമ്മളിതിൻ്റെ ഒരു അനാട്ടമിയിൽ കഴിയുമ്പോൾ ഇതിങ്ങനെ പറന്ന് വരുന്നിട്ടാവും കിടക്കുന്നുണ്ടാവുക. ഡെൻഡ്രൈറ്റ് തുടങ്ങി ഇങ്ങനെ ഒരു ന്യൂറോണല്ല, ഇങ്ങനെ ലോട്ട്സ് ഓഫ് ന്യൂറോൺസിൻ്റെ ഒരു കൂട്ടാണ് നമ്മൾ നമ്മളെ ബോഡി അല്ലെങ്കിൽ നമ്മളെ CNS അല്ലെങ്കിൽ നമ്മളെ PNS എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഡെൻഡ്രൈറ്റ് എന്ന് വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ആക്സോൺ ടെർമിനലിൽ നിന്ന് ഇതേപോലെ അടുത്തൊരു ഏരിയയ്ക്ക്, ഇവിടെ വേറെ ഒരെണ്ണുണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ, ഇതിൻ്റെ നേരെ അടുത്ത ഏരിയയ്ക്ക് മെസ്സേജ് പാസ് ചെയ്യുക ആരാണ്? നമ്മളങ്ങനെ ന്യൂറോൺസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ദ പ്രസൻസ് ഓഫ് സ്പെഷ്യലൈസേഷൻ അറ്റ് ആക്സോണൽ ടെർമിനൽസ് ഈസ് കാൾഡ് സിനാപ്സസ്. എന്താണ്? ഒരു ആക്സോണൽ ടെർമിനലിലുള്ളൊരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗ്യാപ്പിന് അതിനെയാണ് നമ്മൾ എന്താ പറയുക, സിനാപ്സസ് എന്ന് പറയുന്നുണ്ടാവുക. നെർവ് സെൽസ് ഹാവ് എ ലോങ് ലൈഫ് ആൻഡ് കനോട്ട് ബി സെപ്പറേറ്റഡ് ആൻഡ് റീപ്ലേസ്ഡ്. എന്താണ്? നെർവ് സെൽസിന് അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂവിന് ഒരു ലോങ് ലൈഫാണ് ഉണ്ടാവുക. അത് സെപ്പറേറ്റഡോ അല്ലെങ്കിൽ റീപ്ലേസ്ഡോ ആവുന്നില്ല. എക്സെപ്റ്റ് മെമ്മറി സെൽസ്. നമ്മളെ മെമ്മറി സെൽസ് ഒഴികെ ബാക്കിയുള്ള ഒരു ഏരിയയ്ക്കൊക്കെ ലോങ് ലൈഫ് ഉണ്ടാവും. അത് സെപ്പറേറ്റഡ് ആവുമോ അല്ലെങ്കിൽ റീപ്ലേസ്ഡ് ആവുമോ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ദ നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂറോൺസ്. ഫങ്ഷൻസ് ഓഫ് ദ ന്യൂറോൺസ് അതാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. ഏതാണ്? ന്യൂറോൺ ജനറേറ്റ്സ് നെർവ് ഇമ്പൾസസ്, ന്യൂറോൺ പ്രൊഡ്യൂസ്. നമ്മളെ നെർവസ് ടിഷ്യൂ ന്യൂറോൺ ഒന്നാണ്, അത് നിങ്ങൾക്ക് മാറിപ്പോകരുത്. ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ തലയിരിച്ച് നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂറോൺ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ അറിവറി ആവേണ്ട, രണ്ടും ഒന്നാണ്. ന്യൂറോൺ ജനറേറ്റ്സ് നെർവ് ഇമ്പൾസസ്, ന്യൂറോൺസ് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വിച്ച് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് അക്രോസ് ഡിസ്റ്റൻസ്. ദിസ് ഈസ് ഡൺ ബൈ റിലേറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എന്താണ്? ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഈ ഒരു നെർവസ് ടിഷ്യൂ ആണ് ഇലക്ട്രിക്കൽ സിഗ്നൽസും കാര്യങ്ങളൊക്കെ അക്രോസ് ഡിസ്റ്റൻസ് കൊടുക്കുന്നത്. പിന്നെന്താ? ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും വഴി ഇതിങ്ങനെ പാസ് ചെയ്തിട്ടാണ് നമ്മളെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. നെർവസ് ടിഷ്യൂ റെസ്പോൺസ് ടു സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലി അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു കാര്യം വരികയാണെങ്കിൽ അതിനോട് റെസ്പോൺസ് ചെയ്യുക ഈ നെർവസ് ടിഷ്യൂ. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീയിൽ അറിയാതെ അല്ലെങ്കിൽ ഒരു ഹോട്ട് സർഫസിൽ പോയി കൈ വെച്ച് കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുക നമ്മൾ ആരാണ്? ഈ ഒരു നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂറോൺ ആവുക. അപ്പോഴാണ് ആ മെസ്സേജ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അതങ്ങനെ പോകുന്നുണ്ടാവും. ഇറ്റ് ക്യാരീസ് ഔട്ട് കമ്മ്യൂണിക്കേഷൻ, gives electrical protection and to nerve cells and eliminates debris. എന്താണ്? നമ്മളെ നെർവ് സെൽസിനും കാര്യങ്ങൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക, പിന്നെന്താ വേണ്ടാത്തൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഇറ്റ് ക്യാരീസ് ദ മെസ്സേജസ് ഫ്രം വൺ ടു അനദർ പാർട്ട് ഓഫ് ദ ബോഡി. ഈ പറഞ്ഞില്ല ഇങ്ങനെ ഒരു കൂട്ടാണ് പറഞ്ഞോ, ആക്സോണിൽ നിന്ന് തുടങ്ങി അടുത്ത ആക്സോൺ ഡെൻഡ്രൈറ്റിൽ നിന്ന് തുടങ്ങി ഡെൻഡ്രോൺ വഴി പോയി അടുത്ത ആക്സോണിലെത്തി അടുത്ത ആക്സോൺ ടെർമിനലിൽ നിന്ന് എഗെയിൻ എന്താവുക നമ്മളെ ഡെൻഡ്രൈറ്റിക്ക് തന്നെ പാസ്സായി പോവുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ അതാണ് നമ്മൾ ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഈ ഒരു ന്യൂറോണിൻ്റെ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്നാണ് പറയുന്നത്. ആക്സോൺ നമ്മൾ ആ ഒരു നീണ്ട ഏരിയ ഉണ്ടോ, ആ ഒരു ഭാഗം ഇതാണ്ടോ, ഈ ഒരു നടുവത്തൊരു പോർഷനാണ് നമ്മൾ എന്താ പറയുക ആക്സോൺ എന്ന് പറയുന്നത്. സോ the first one is axon. Nerve cells or neurons, all of which comprise an axon. Axons are long stem-like projection arising out of the cell because of neuron communication between the cells occurred, subsequently passing driving forces. എന്താണ്? സ്ട്രൈറ്റ് ഏരിയയിലായിട്ടുള്ള ഒരു ഇതിനാണ് ആക്സോൺ എന്ന് പറയുക. നീണ്ടിട്ടുള്ള ആ ഒരു ഭാഗത്തിനാണ് ആക്സോൺ എന്ന് പറയുന്നുണ്ടായിരിക്കുക. പിന്നെന്താ? ഒരു ലോങ് സ്റ്റെമ്മാണ്. നമ്മളെ അറൈസിങ് ഔട്ട് ഓഫ് സെൽസ് ബിക്കോസ് ഓഫ് ന്യൂറോൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് സെൽസ് ഒക്കെ ഒരു സെൽസിൻ്റെ ഇടയത്തെ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഫോം ആക്കാനും പിന്നെന്താ നമ്മളൊരു പാസിംഗ് ഡ്രൈവിംഗ് ഫോഴ്സസ് ബാക്കിയുള്ളൊരു കാര്യങ്ങളൊക്കെ ഫോഴ്സ് ചെയ്യാം. അതുപോലെ മെസ്സേജസും കാര്യങ്ങളൊക്കെ മേജറായിട്ട് പാസ്സാക്കാൻ ആക്സോണിൻ്റെ ഒരു ഏരിയയ്ക്ക് വലിയൊരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. സെൽ ബോഡി. ദ നെക്സ്റ്റ് വൺ ഈ സെൽ ബോഡി. കണ്ടോ, ഈ ഒരു പോർഷനാണ് നമ്മൾ സെൽ ബോഡി എന്ന് പറയുക.
ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ന്യൂറോൺ ഈസ് ദ സെൽ ബോഡി, ഈ ഒരു ഭാഗം. ദെൻ എന്താണ്, വിച്ച് കണ്ടെയ്ൻസ് ദ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ആൻഡ് സെൽ ഓർഗനൽസ്. ഈ ഒരു ഇത്ര കണ്ട ഒരു പോർഷൻ ഇതിനെയാണ് സെൽ ബോഡി എന്ന് പറയുക. അതിൽ പെട്ടതാണ് നമ്മളെ ന്യൂക്ലിയസ്. ഇതിൻ്റെ ഈ മിഡ് ഭാഗം ന്യൂക്ലിയസും അതുപോലെ തന്നെ സൈറ്റോപ്ലാസം ഒക്കെ നമ്മളെ സെൽ ബോഡിയിൽ പെട്ട ഒരു ഏരിയ എന്നാണ് പറയുന്നത്. ദെൻ ഡെൻഡ്രൈറ്റ്, കണ്ടോ ഈ ഒരു ഭാഗം, ഇതാണ് പറഞ്ഞ ആക്സോണിൽ നിന്ന് മെസ്സേജ് പാസ്സായിട്ട് പിന്നെ അടുത്ത ഡെൻഡ്രൈറ്റിക്കാണ് എത്തിക്കുക എന്നുള്ളത്. Dendrite is an exceptionally spread process and answerable for getting information from different neurons and neurotransmitters. എന്താണ് ഡെൻഡ്രൈറ്റ് ആണ് ഒരു സ്പ്രെഡ് പ്രോസസ്സ്. പിന്നെന്താ, ഇൻഫർമേഷൻസ് ഡിഫറെൻറ്റ് ന്യൂറോൺസ് നിന്ന് കളക്ട് ചെയ്യും, ഡിഫറെൻറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിന്ന് കളക്ട് ചെയ്യും. നമ്മളെ ഡെൻഡ്രൈറ്റ് ആയിരിക്കും. ഇൻഫർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് ന്യൂറോൺസ് ഫ്രം ഡിഫറെൻറ്റ് സെൽസ് ടേക്കൺ ബൈ ഡെൻഡ്രൈറ്റ്സ് അറ്റാച്ച് ടു ദെയർ സെൽ ബോഡി. എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിങ്ങനെ പാസ് ചെയ്തിട്ട് അത് ഇങ്ങനത്തെ ഒരു ന്യൂറോണല്ല, ഇങ്ങനത്തെ ഒരു നെർവസ് ടിഷ്യൂ മാത്രമല്ല നമ്മളെ ബോഡിയിൽ ഉണ്ടാവും. ലോട്ട്സ് ഓഫ് ഒരുപാടെണ്ണം എന്തുണ്ടാവും നമ്മളെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു കാര്യം വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡെൻഡ്രൈറ്റ് ആണ് അതിനെ പാസ് ചെയ്തിട്ട് ആ ഒരു ഏരിയക്ക് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളെ ഈ ഒരു ഏരിയനെ കളക്ട് ചെയ്തിട്ട് അതിനെ മറ്റൊരു പോർഷനിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. Then information in a neuron is unidirectional as it goes through neurons from dendrites across the cell body down the axon. എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ ഇൻ എ ന്യൂറോൺ എന്ന് പറയുന്നത് യൂണിഡയറക്ഷണലായിട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമ്മളെ ന്യൂറോൺസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് എന്ന് പോയി കഴിഞ്ഞ് സെൽ ബോഡി കഴിഞ്ഞ് പിന്നെ ആക്സോൺ വരെ പോയിട്ട് അങ്ങനെയാണ് ആക്സോൺ ടെർമിനൽ കഴിഞ്ഞിട്ട് അടുത്തൊരു ഇതിലേക്കായിരിക്കും മെസ്സേജ് പാസ്സാക്കുന്നുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് നമ്മളവിടെ പറഞ്ഞു. മോട്ടോർ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, ഇൻ്റർ ന്യൂറോൺ ഒക്കെ നമ്മളവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക്സ് ആയിരുന്നു.